നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യവിൽപ്പന നയത്തിൽ നിയമസഭയിൽ പ്രൊപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമെന്ന് VM സുധീരൻ. മദ്യവിൽപ്പന നയത്തിൽ നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും മുൻ KPCC അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് എതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തിയെന്നും ശ്രീനാരായണ ധർമ്മങ്ങൾ വെള്ളാപ്പള്ളി തകർത്തെന്നും തന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാനാണ് വെള്ളാപ്പള്ളി പദവി ഉപയോഗിക്കുന്നതെന്നും VM സുധീരൻ. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാൻ LDF ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നുവെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന കാര്യം ആരംഭിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവാസ്തവമാണെന്നും MB രാജേഷ്. ആരുമറിയാതെ നടപ്പിലാക്കിയ നികുതി ഇളവ് കൈയോടെ പിടികൂടിയപ്പോൾ ഉണ്ടായ ജാള്യത മറച്ചുപിടിക്കാൻ VD സതീശൻ നുണ പ്രചരിപ്പിക്കുകയാണെന്നും മുൻ മന്ത്രി. തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിക്കുകയും അയോഗ്യമാക്കപ്പെടുകയും ചെയ്തപ്പോൾ അഴിമതി മറയ്ക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് അതിന് മാപ്പ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. ഭരണഘടന ദുരുപയോഗം ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ ഭരണഘടന പൊക്കിപ്പിടിച്ചു നടക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്നും വേണുഗോപാൽ. അടിയന്തരാവസ്ഥയുടെ 51ാം വർഷാചരണം ഒറ്റപ്പാലത്ത്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് ജീവൻ നൽകാനും പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പുനരവലോകനം ചെയ്യണമെന്ന് സുമേഷ് അച്യുതൻ MLA. കേരളത്തിന് അർഹതപ്പെട്ട ജലവിഹിതത്തിൽ നിന്ന് ഒട്ടം ചിത്രം പദ്ധതിയിലേക്ക് തമിഴ്നാട് വെള്ളം കടത്തിയപ്പോഴും കഴിഞ്ഞ LDF സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും സുമേഷ് അച്യുതൻ. വാർത്തകൾ വിശദമായി. മദ്യവിൽപ്പന നയത്തിൽ നിയമസഭയിൽ പ്രൊപ്പോസൽ വരുന്നതിനു മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമെന്ന് VM സുധീരൻ പറഞ്ഞു. മദ്യവിൽപ്പന നയത്തിൽ നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് എതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനമെന്നും ശ്രീനാരായണ ധർമ്മങ്ങൾ വെള്ളാപ്പള്ളി തകർത്തെന്നും തന്റെ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി പദവി ഉപയോഗിക്കുന്നതെന്നും VM സുധീരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDF ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ കൃത്യമായി എത്ര ബാർ ഉണ്ടെന്ന് ഇനിയും പുറത്തുവരേണ്ടതുണ്ട്. ചർച്ച നടത്തി നയം രൂപീകരിച്ച ശേഷം നയത്തിന് രൂപം കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു. മദ്യവ്യാപനം തടയുന്നതിന് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സ്ഥിതിയാണ്. സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും സുതാര്യമാകണമെന്നും മദ്യനയത്തിൽ ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഫിനാൻസ് ബില്ല് വേണ്ടി വരും, അവതരിപ്പിക്കേണ്ടി വരും. ആ സമയത്ത് ഗവൺമെൻറ്റിന് തന്നെ മുൻകൂട്ടി സോമോട്ടോ അസംബ്ലി അറിയിക്കാം, അത് പിൻവലിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി UDF ചേർന്ന് വരുന്നത് വരെ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. നീട്ടിക്കൊണ്ട് പോകുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമാണല്ലോ. മദ്യവ്യാപനത്തിൻ്റെ എക്കാലത്തെയും ഗുണഭോക്താവ് എന്ന് പറയുന്നത് മദ്യക്കമ്പനികൾ തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാരമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആലപ്പുഴ തീരദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചേ മതിയാകൂ. വെള്ളാപ്പള്ളി നടേശന് നിയമം ബാധകമല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അദ്ദേഹത്തിനും നിയമം ബാധകമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് എതിരാണ് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനം. ശ്രീനാരായണ ധർമ്മങ്ങൾ വെള്ളാപ്പള്ളി തകർത്തു. തന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി പദവി ഉപയോഗിക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഒരിക്കലും, കാരണം എനിക്ക് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് നേരത്തെ പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് രൂപീകൃതമായ പ്രസ്ഥാനമാണ് SNDP യോഗം. ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീനാരായണ ഗുരു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ്, അതിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഏതെല്ലാം കാര്യങ്ങളെ സൗമ്യമായ ഭാഷയിൽ ഗുരു വിയോജിച്ചിട്ടുണ്ടോ അതാണ് നടപ്പിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മങ്ങൾ തകർത്തുകൊണ്ട് അതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ പദവി ഉപയോഗിക്കുന്നത് തൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാൻ വേണ്ടിയാണ്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മകൻ അങ്ങോട്ട് വിട്ടു, സംസ്ഥാന ഗവൺമെൻറ്റിനെ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ
CPM-നുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി കൂടിയാണ്. മറ്റ് കാരണങ്ങളോടൊപ്പം തന്നെ ഇതും പ്രധാന കാരണമാണ്. അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഒരു ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണിത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാൻ LDF ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നുവെന്ന് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന കാര്യം ആരംഭിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവാസ്തവമാണെന്നും MB രാജേഷ് പറഞ്ഞു. ആരുമറിയാതെ നടപ്പിലാക്കിയ നികുതി ഇളവ് കയ്യോടെ പിടികൂടിയപ്പോഴുണ്ടായ ജാള്യത മറച്ചുപിടിക്കാൻ VD സതീശൻ നുണ പ്രചരിപ്പിക്കുകയാണെന്നും MB രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. സ്വകാര്യ മദ്യ കമ്പനികളെ സഹായിക്കാനും കേരളത്തിലെ മദ്യമൊഴുക്കാനുമുള്ള നിലപാടാണ് UDF സർക്കാരിൻ്റേത്. സ്വകാര്യ മദ്യ കമ്പനികൾ സർക്കാരിനെ സമീപിച്ചെങ്കിലും LDF സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ല. മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന കാര്യം LDF ആലോചിച്ചിരുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താൻ LDF തീരുമാനിച്ചെന്നും തെരഞ്ഞെടുപ്പ് കാരണം പ്രഖ്യാപിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. LDF സർക്കാരിന്റെ കാലത്ത് നികുതി ഇളവിനായി മദ്യ കമ്പനി സമീപിച്ചെങ്കിലും 3 വർഷവും 5 മാസവും ഫയൽ അനങ്ങിയില്ല. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ നികുതി ഇളവിനായുള്ള മദ്യ കമ്പനിയുടെ ഫയൽ ശരവേഗത്തിലാണ് നീങ്ങിയത്. LDF-ന്റെ ആരോപണത്തെ തുടർന്നാണ് മദ്യനയം UDF-ൽ പോലും ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ കയറിയപ്പോൾ VD സതീശൻ വിഴുങ്ങുകയാണെന്നും MB രാജേഷ് ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരുമറിയാതെ സൂത്രത്തിൽ നികുതി കുത്തനെ കുറച്ചു കൊടുത്ത് മദ്യകുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് MV ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രി ആയപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം തുടങ്ങിയത് എന്നാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഫയൽ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കി പുനഃസമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ചെയ്തത് എങ്ങനെയാണ്? LDF മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2022-23 മദ്യനയം, ആ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിക്കുകയും അയോഗ്യമാക്കപ്പെടുകയും ചെയ്തപ്പോൾ അഴിമതി മറിക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് അതിനൊരു മാപ്പ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. മറ്റൊരു ഭാഗം അതിൽ നിന്ന് രാജിവെച്ചു പോയി. ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയും അതേപോലെ ലാൽകൃഷ്ണ അഡ്വാനിജി അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചു ആദർശം വിട്ടുള്ള കളിയില്ല. സ്വന്തം അമ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു അധികാരവും ആവശ്യമില്ല. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ RSSകാരാണ്, അതുകൊണ്ട് RSSനെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല, ഞങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അതിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഈ ഒരു ചരിത്രം ഒരുപക്ഷെ ഞാനടക്കമുള്ള ആളുകൾ, നമ്മൾ ഒട്ടുമിക്ക ആളുകളും വായിച്ചു കേട്ടതും വാമൊഴിയായി കേട്ടതുമായുള്ള ആ ചരിത്രം പുതിയ തലമുറയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്നതാണല്ലോ ഏറ്റവും വലിയ യുദ്ധത്തിന്റെ ഒരു സ്ഥലം. അത് നോക്കുമ്പോൾ പഴയ കാലം എന്ത് കാലം എന്നാ ചോദിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പറയുന്നത്. പക്ഷെ സ്വന്തം ജീവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി നൽകാൻ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ സമരം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം നിങ്ങൾക്ക് തിരിച്ചു ജാമ്യം കിട്ടി വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ധാരണയുമില്ല. സമരത്തിന് പോകുന്ന ആളുകൾ പോയി, ഭർത്താവൊന്നും അല്ലെങ്കിൽ അങ്ങനെ പോയി, അത് തന്നെ അങ്ങനെയാണ് അവർ സമരം ചെയ്തത്. അവർക്ക് പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അവർക്ക് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞു. പിന്നീട് അടൽജി സർക്കാർ വന്ന സമയത്ത് അടൽജി തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സംഘത്തിന്റെ സർസംഘചാലകമായി സംസാരിച്ചു. ഈ അടിയന്തരാവസ്ഥക്കാർക്ക് BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത്?
അന്ന് സംഘത്തിന്റെ നിലപാട് അന്നും ഒന്നാണ്. നമ്മൾ സമരം ചെയ്ത ഒരു പ്രതിഫലത്തിനും വേണ്ടിയിട്ടല്ല, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ആ പ്രക്ഷോഭത്തിൽ പങ്കാളികളായുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് അവരെ അപമാനിക്കുന്ന തുല്യമാവില്ലേ? അത് എന്തെങ്കിലും ഒരു ഉപഹാരം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് സംഘത്തിന്റെ ഭാഗത്ത് ചോദ്യം വന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും BJP ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അടിയന്തരാവസ്ഥ പോരാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനം. ഇവിടെ ഇടതുപക്ഷ സർക്കാരുള്ളപ്പോൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു. കാരണം അവരും പറയുന്നത് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് എതിരാണെന്നുള്ളതാണ്. പക്ഷെ അവരത് തയ്യാറായില്ല നമുക്കാണെങ്കിൽ. ഭരണഘടന ദുരുപയോഗം ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ ഭരണഘടന പൊക്കി പിടിച്ചു നടക്കുന്നത് ജനങ്ങളെ വിഡ്ഢികൾ ആക്കാനാണെന്ന് വേണുഗോപാൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ പോരാളികളെ ആദരിക്കാൻ ഒറ്റപ്പാലം അടൽജി സ്മാരക മന്ദിരത്തിൽ ചേർന്ന അടിയന്തരാവസ്ഥയുടെ 51ാം വർഷാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് ജീവൻ നൽകാനും പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പുനരവലോകനം ചെയ്യണമെന്ന് MLA സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. കേരളത്തിന് അർഹതപ്പെട്ട ജലവിഹിതത്തിൽ നിന്ന് ഒട്ടച്ചിത്രം പദ്ധതിയിലേക്ക് തമിഴ്നാട് വെള്ളം കടത്തിയപ്പോഴും കഴിഞ്ഞ LDF സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു. നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MLA. പറമ്പിക്കുളം ആളിയാർ കരാർ ഒപ്പിടും മുമ്പ് ചിറ്റൂർ പുഴയിലൂടെ 90 TMC-യിലധികം വെള്ളം ഒഴുകിയിരുന്നുവെങ്കിൽ കരാർ നിലവിൽ വന്നതോടെ 7.25 TMC-ആയി കുറയുകയാണുണ്ടായത്. കേരളത്തിന് അർഹപ്പെട്ട ജലവിഹിതത്തിൽ നിന്ന് ഒട്ടം ചിത്ര പദ്ധതിയിലേക്ക് തമിഴ്നാട് വെള്ളം കടത്തിയപ്പോഴും കഴിഞ്ഞ LDF സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. ചിറ്റൂർ പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികളെയും പ്രതിസന്ധിയിലാക്കി. മഴനിഴൽ പ്രദേശ ചിറ്റൂർ പുഴയിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായത് നെൽകർഷകർ, ക്ഷീരകർഷകർ, കള്ള് വ്യവസായം എന്നിവയെ പ്രതിസന്ധിയിലാക്കി. കൃഷിക്ക് കുഴൽക്കിണറുകളെ ആശ്രയിക്കുന്നവർക്ക് നിയന്ത്രണത്തിലേർപ്പെടുത്തിയതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി. ചിറ്റൂർ പുഴയിലൂടെ കേരളത്തിന് ലഭിക്കേണ്ട ജലവിഹിതത്തിൽ നിന്ന് 1 TMC വെള്ളം ഒട്ടൻ ഛത്രം പദ്ധതിക്കായി തമിഴ്നാട് കടത്തിക്കൊണ്ടുപോയപ്പോഴും കഴിഞ്ഞ ഇടത് സർക്കാർ ഇടപെട്ടില്ല. ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ തമിഴ്നാടുമായി ചർച്ച നടത്തി കരാർ പുതുക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം ചിറ്റൂർ മണ്ഡലത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 25 കോടി രൂപയുടെ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി, ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയവ അന്വേഷിക്കണമെന്നും MLA സുമേഷ് അച്യുതൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 125 കിലോമീറ്റർ അകലെയുള്ള ഒട്ടം ഛത്രം എന്ന മുനിസിപ്പാലിറ്റിയും പരിസര ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുടിവെള്ള പദ്ധതി ആരംഭിക്കാൻ തമിഴ്നാട് സർക്കാർ ടെൻഡർ ചെയ്തിട്ടും ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്നടിക്കുകയായിരുന്നു സാർ. അതിനെതിരെ ചിറ്റൂരിലെ കർഷകരും രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് മാത്രമാണ് ഒരു കത്ത് തമിഴ്നാട് സർക്കാരിന് അയക്കാൻ തയ്യാറായത്. ഇത് ആ സർക്കാരിന്റെ ജനതയോടുള്ള നിരുത്തരവാദിത്തമാണ് സൂചിപ്പിക്കുന്നത് സാർ. ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാടുമായി എത്രയും പെട്ടെന്ന് ചർച്ച നടത്തി പാഴായി പോകുന്ന വെള്ളം ഇരു സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കരാർ പുനരവലോകനം നടത്താൻ കഴിയും. ഇതോടെ പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാവും. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ കൃഷികൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ജലലഭ്യത ഉറപ്പുവരുത്തണം. അതിന് പറമ്പിക്കുളം ആളിയാർ കരാർ പുനരവലോകനം ചെയ്യണം സാർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷന്റെയും KVR ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുന്നതിനായിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂൾ കോളേജ് തലത്തിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിലുമൊക്കെ ഇന്നും നാളെയുമായി വ്യാപകമായ പ്രചാരവേലകൾ നടത്തുകയാണ്, ക്യാമ്പയിൻ നടത്തുകയാണ്. ഈ സമൂഹത്തെ ബാധിച്ച ഈ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രദേശത്തെയും ഗ്രാമത്തെയും വിദ്യാലയങ്ങളെയും നമ്മുടെ വീടുകളെയും നമ്മൾ ഓരോരുത്തരെയും മോചിപ്പിക്കുക എന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല അധ്യക്ഷത വഹിച്ചു. HM ഇൻചാർജ് T മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന്
ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ ഉടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. SPC ഇൻചാർജ് നവീൻ, CI വിഷ്ണു, SI അശ്വൻ, SI മോഹൻദാസ്, ASI സുഭദ്ര, SCPOമാരായ ബിനു രാമചന്ദ്രൻ, നൌഷാദ് എന്നിവർ പങ്കെടുത്തു. സേ നോ ഡ്രഗ്സ്, എല്ലാവരും അണിചേരുക, ലഹരിക്കെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്താം, ആരോഗ്യകരമായ നാളേക്കായി കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ജാഥ നടത്തിയത്. KVR ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച ജാഥ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു. ലിറ്റിൽ കൈറ്റ്സ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കു പുറമെ മറ്റു അധ്യാപകരും വിദ്യാർത്ഥികളും ജാഥയിൽ അണിനിരന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ ദുരിതം പിടിച്ച റോഡ് ക്ലബ്ബ് പ്രവർത്തകരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ശ്രമദാനത്തിൽ ഗതാഗത യോഗ്യമാക്കി. പത്തിരിപ്പാല അതിർക്കാട് റോഡാണ് കൈപ്പയിൽ ഈഗിൾസ് ക്രിക്കറ്റ് ക്ലബ്ബും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ക്വാറി വേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കിയത്. മണ്ണൂർ പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ സ്ഥിരമായ പൈപ്പ് പൊട്ടലും വെള്ളം കെട്ടിക്കിടക്കലുമാണ് റോഡ് തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെട്ടു. ഇപ്പോൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം കൊണ്ട് 3-4 ലേഡീസ് സ്കൂട്ടറിൽ വീണു. അവർക്ക് പരിക്ക് പറ്റി. അവർക്ക് ആരോട് കുറ്റം പറയാം, ആരെയും പറയുന്നത്. ഇത് പഞ്ചായത്തിനോട് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരുപാട് പരാതി കൊടുത്തു. പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. അവർ പറയുമ്പോൾ ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് റോഡ് പണിയും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് താൽക്കാലികമായി റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ കുറേ അപേക്ഷിച്ചു. അതിനടുത്ത് അവർ ചെയ്യില്ല. അവർ പറയും അപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ഇത് ചെയ്തു തരേണ്ടത് എന്ന് പറയും. വാട്ടർ അതോറിറ്റിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഈ വർക്ക് കഴിയാൻ ഇനി 2 കൊല്ലം പിടിക്കുന്ന പറയുന്നത് വർക്ക് കഴിയാൻ. 3 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന റോഡായതിനാൽ സദനം അതിർക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു പഞ്ചായത്തും നടപടി എടുക്കുന്നില്ല. പലതവണ ലക്കിടി പേരൂർ പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും വർഷങ്ങളായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പത്തിരിപ്പാലയിൽ നിന്നും ഭാരതപ്പുഴയ്ക്കുള്ള 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പാടെ തകർന്നു. മഴക്കാലമായതോടെ മുട്ടോളം വെള്ളം കെട്ടിയതോടെ കുഴികൾ കാണാനാകുന്നില്ല. നിരവധി ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. പലർക്കും നിസ്സാര പരിക്ക് പറ്റിയിരുന്നു. ചുരുക്കത്തിൽ റോഡിന് നാഥനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായെങ്കിലും ഇടപെട്ട് തകർച്ചയ്ക്ക് പരിഹാരമാക്കിയത്. വലിയ കുഴികളിൽ കോറി വേസ്റ്റിട്ട് JCB ഉപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു. ഈ വഴി ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷകളാണ് ശരണം. ആശുപത്രി, സ്കൂൾ, TTC, ക്ഷേത്രം തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളും ഇവിടെയാണ്. ഭീകരമായ കുഴിയും വെള്ളക്കെട്ടും താണ്ടി വേണം കടന്നുപോകാൻ. നിരവധി സ്കൂൾ വാഹനങ്ങളും ഈ വഴി പോകുന്നുണ്ട്. കൈപ്പയിൽ ക്ഷേത്രം പ്രസിഡന്റ് P ശശികുമാർ, ഈഗിൾസ് ക്ലബ്ബ് ഭാരവാഹികളായ V രമേശ്, C ശ്രീജിത്ത്, B വിരുപാൽ, ഇന്ദിര വല്ലീശ്വരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ PV അനിൽ, P നൌഷാദ്, KG പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ അധികാരികൾക്ക് ഒരുപാട് പരാതികൾ കൊടുത്തു. പഞ്ചായത്തിനും എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഇതുവരെയും ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പം കേൾക്കുന്നത് ഈ ജലജീവൻ ജോലിയിൽ തന്നെ ഇനി 2 വർഷം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് എത്ര റോഡ് നേരാക്കുള്ളൂ എന്ന് പറയുന്നു. ഇത് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ സ്കൂളുണ്ട്, PTA ഉണ്ട്, കോളേജ് ഉണ്ട്. ഇത് പെരിങ്ങോട്ടൂരിലേക്ക് പോകാനുള്ളൊരു എളുപ്പ വഴി കൂടിയാണ് ഈ റോഡ്. ഇതിന്റെ അവസ്ഥ എങ്ങനെയായാൽ നാട്ടുകാർക്ക് മുഴുവൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൂട്ടായ്മ, അതുപോലെ ഈഗിൾ കൈഫയില് ക്രിക്കറ്റ് കളിക്കുന്ന ഈഗിൾ ക്ലബ്ബുകാര്, അതുപോലെ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ശ്രമദാനമായിട്ട് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. BJP OBC മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ നേതൃയോഗം ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ചു. OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് മോഹൻ കല്ലിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ സംഘടനാ വിഷയം അവതരിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ V മുരളീധരൻ, സത്യഭാമ, മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജയൻ മലനാട് സ്വാഗതവും ശ്രീധരൻ മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു. മാറിവരുന്ന സർക്കാരുകൾ OBCയെ അവഗണിക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ സമരവുമായി OBC മോർച്ചയുടെ നേതൃത്വത്തിൽ ഈ മാസം പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും വൈവാഹിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും
അനുമോദന സദസ്സും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ കൂനത്തറ സൗഹൃദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ത്രിതല പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായാംഗങ്ങളെയുമാണ് ആദരിക്കുക. താലൂക്ക് ജില്ലാ പ്രസിഡന്റ് കെ സോമസുന്ദരൻ, സെക്രട്ടറി രമേശ് കൊളേരി, ട്രഷറർ PK സുജേഷ്, N നാരായണൻകുട്ടി, K കൃഷ്ണൻകുട്ടി, CP ജയരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 28 തീയതി ഞായറാഴ്ച നമ്മുടെ കൂനത്തറ സൗഹൃദം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ആദരവ് 2026 അനുമോദന സദസ്സ് പരിപാടിയാണ്. അതായത് SSLC, +2 കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും അതേപോലെ തന്നെ സമുദായത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ വിശിഷ്ട സേവനം കാഴ്ചവെച്ചവരെ, അതേപോലെ തന്നെ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകൾ, PSc ഹോൾഡേഴ്സ്, അങ്ങനെ അവർക്ക് ഒരു ആദരവ് കൂടി നൽകുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി തുളസി ടീച്ചറാണ്. പിന്നെ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടും ഇതുവരെ നേരത്തെ ഇല്ലാത്തതുമായ എഴുത്തച്ഛൻ സമുദായത്തിനുള്ള ഒരു വെബ്സൈറ്റിന്റെ ഉദ്ഘാടനമുണ്ട്. എഴുത്തച്ഛനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അറിയാനും ഒരുപാട് പ്രവർത്തനങ്ങൾ എഴുത്തച്ഛൻ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നിലവിൽ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും അതേപോലെ തന്നെ നമ്മൾ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഇടപെടുന്നത് സംബന്ധിച്ചും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ന് സമൂഹത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സമുദായത്തിന്റെ വിഷയമായ വിവാഹം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എഴുത്തച്ഛൻ സമുദായത്തിൻ്റെതായ ഒരു വെബ്സൈറ്റ് ഇല്ല. അപ്പൊ അതുകൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് മന്ത്രി നിർവഹിക്കാനാണ് വന്നു ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്ന PP കൃഷ്ണനെ CPIM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്നു PP കൃഷ്ണൻ എന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. ആ കാലഘട്ടത്തിലൂടെയാണ് PPF-ക്കുള്ള അനവധി സഖാക്കൾ നമ്മുടെ മുൻഗാമികളായി ഈ നാടിനെ നയിച്ചവർ. ഈ നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ബഹുജനങ്ങളെയെല്ലാം നയിച്ചവർ. അവരുടെ കരുത്താണ്, അവരുണ്ടാക്കി തന്ന ശക്തിയാണ് ഇന്നും ബാക്കിയായി കേരളത്തിൽ ഉദിച്ച് ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഉയർന്നു നിൽക്കുന്ന രക്തനക്ഷത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ഇങ്ങനെ ഉലയാതെ നിൽക്കുന്നത്. ഇപ്പോ നമ്മുടെ എല്ലാം മനസ്സിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C അബ്ദുൽ ഖാദർ, MK ജയപ്രകാശ്, P സിന്ധു, ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി VK അനുരാജ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൊർണൂർ 1-ാം വാർഡ് BJP കമ്മിറ്റിയുടെയും ഓങ്ങല്ലൂർ ഐബൽ ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡിലെ നിവാസികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ നബീൽ മുഹമ്മദിന്റെ സേവനത്തോടൊപ്പം സൗജന്യ മരുന്ന് വിതരണവും വിവിധ ടെസ്റ്റുകൾ എന്നിവയുണ്ടായി. BJP പാലക്കാട് ജില്ലാ മീഡിയ കൺവീനർ രാജേഷ് വള്ളോത്ത്, വാർഡ് കമ്മിറ്റി അംഗങ്ങളായ K ജയേഷ്, KK രാജീവ്, KN ജയേഷ്, മണികണ്ഠൻ, ശ്യാമള, സജിത, ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യവിൽപ്പന നയത്തിൽ നിയമസഭയിൽ പ്രൊപ്പോസൽ വരുന്നതിനു മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമെന്ന് VM സുധീരൻ. മദ്യവിൽപ്പന നയത്തിൽ നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും മുൻ KPCC അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് എതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തിയെന്നും ശ്രീനാരായണ ധർമ്മങ്ങൾ വെള്ളാപ്പള്ളി തകർത്തെന്നും തന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാനാണ് വെള്ളാപ്പള്ളി പദവി ഉപയോഗിക്കുന്നതെന്നും VM സുധീരൻ. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാൻ LDF ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നുവെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന കാര്യം ആരംഭിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവാസ്തവമാണെന്നും MB രാജേഷ്. ആരും അറിയാതെ നടപ്പിലാക്കിയ നികുതി ഇളവ് കൈയോടെ പിടികൂടിയപ്പോൾ ഉണ്ടായ ജാള്യത മറച്ചുപിടിക്കാൻ VD സതീശൻ നുണ പ്രചരിപ്പിക്കുകയാണെന്നും മുൻ മന്ത്രി. തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിക്കുകയും അയോഗ്യമാക്കപ്പെടുകയും ചെയ്തപ്പോൾ അഴിമതി മറയ്ക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച
കോൺഗ്രസ് അതിന് മാപ്പ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ഭരണഘടന ദുരുപയോഗം ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ ഭരണഘടന പൊക്കിപ്പിടിച്ചു നടക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്നും വേണുഗോപാൽ. അടിയന്തരാവസ്ഥയുടെ 51ാം വർഷാചരണം ഒറ്റപ്പാലത്ത്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് ജീവൻ നൽകാനും പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പുനരവലോകനം ചെയ്യണമെന്ന് സുമേഷ് അച്യുതൻ MLA. കേരളത്തിന് അർഹതപ്പെട്ട ജലവിഹിതത്തിൽ നിന്ന് ഒട്ടം ചിത്രം പദ്ധതിയിലേക്ക് തമിഴ്നാട് വെള്ളം കടത്തിയപ്പോഴും കഴിഞ്ഞ LDF സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും സുമേഷ് അച്യുതൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.